കാരണം വലിയ രീതിയിൽ പുക പുറത്തേക്ക് വന്ന് പുക വരണമെങ്കിൽ ആ രീതിയിലുള്ള തീപിടുത്തം അകത്തുണ്ടായിരിക്കണം. കാരണം കത്തിക്കരിഞ്ഞ മണമൊക്കെ തന്നെ പുറത്ത് നിൽക്കുമ്പോൾ വരുന്നുണ്ട്. അകത്തുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ശേഷം എക്യുപ്മെൻറ്റ്സ് ഒക്കെ കരിഞ്ഞതിൻ്റെ മണമാകാൻ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തീ പിടിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പുക പുറത്തേക്ക് വന്നത്. ഏത് ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് ഇനി അകത്ത് കയറി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള പുക മുഴുവൻ പുറത്തേക്ക് വലിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഏതായാലും കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ കെട്ടിടമാണ്, പുതിയ മെഷീനറീസാണ്, പുതിയ സംവിധാനങ്ങളാണ്. അതിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോഴും ആംബുലൻസിൽ രോഗികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലല്ലാത്ത രോഗികളുണ്ടായിരുന്നു. ക്യാഷ്വാലിറ്റിയിലും മറ്റും ചികിത്സയിൽ കിടന്ന രോഗികൾ, നിരീക്ഷണത്തിൽ കിടന്ന രോഗികൾ, അവരെയൊക്കെ തന്നെ ആംബുലൻസിൽ ഇപ്പോൾ മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇനിയും രോഗികളുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ സജ്ജമായിട്ട് ആംബുലൻസ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ക്യാഷ്വാലിറ്റി പരിസരത്ത് ധാരാളം ആംബുലൻസുകളുണ്ട്. അതിൽ രോഗികളെ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്ന സന്നദ്ധ പ്രവർത്തകരായി നിന്ന ആളുകൾ, ധാരാളം ആളുകൾ സഹായത്തിന് വേണ്ടി ഓടിയെത്തുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച. ആളുകൾ വിവരമറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടേക്ക് ഓടിയെത്തി സഹായം ചെയ്ത് രോഗികളെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ സഹായം ചെയ്ത് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആംബുലൻസ് ഇവിടെയുണ്ട്. നമുക്ക് മറുഭാഗത്തുകൂടി ഒന്ന് പോയി നോക്കാം. അവിടെ ഫയർഫോഴ്സ് അവിടെ നിന്ന് പുക മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത്, അതായത് കാഷ്വാലിറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും ആംബുലൻസിൽ ആളുകളെ മാറ്റുന്ന ഒരു നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്യാസന്ന നിലയിലുള്ള രോഗികളെ മുഴുവനായിട്ട് ഇവിടെ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആശുപത്രിക്കകത്തുണ്ടായിരുന്ന, ക്യാഷ്വാലിറ്റിക്ക് അകത്തുണ്ടായിരുന്ന ബെഡും ഒപ്പം തന്നെ കിടക്കുകളും മറ്റ് ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഈ പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. മുഴുവൻ പുറത്തേക്ക് എടുത്തിടേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം പെട്ടെന്ന് രോഗികളെ കിടക്ക ഉൾപ്പെടെ, സ്ട്രക്ചർ ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ച് ഇറക്കിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ എം കെ രാമൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഏതായാലും ഇപ്പോഴും അകത്ത് പുക പുറത്തേക്ക് വലിച്ചു കളയാനുള്ള ഞാനിപ്പോൾ ദീപക് മലയമ്മയിലേക്ക് കൂടി ഇത് പോയി വരുന്നു. ദീപക് മലയമ്മ, ഇപ്പോൾ നമുക്ക് ദീപക് മലയമ്മ നിൽക്കുന്ന ഭാഗത്ത് എന്താണ് കാണാൻ കഴിയുന്നത്? വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? രോഗികളെ പൂർണ്ണമായും ഈ കാഷ്വാലിറ്റിയിൽ നിന്നും ICUവിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ആശങ്കയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി അവിടെ രക്ഷാപ്രവർത്തനം നടത്തി മുഴുവൻ രോഗികളെയും പുറത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പുക പൂർണ്ണമായിട്ടും ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? അരുൺകുമാർ, ഇപ്പോഴും പൂർണ്ണമായും പുക മാറ്റാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ വരുന്ന ഫ്രണ്ട് ഭാഗത്താണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം തന്നെ നിരവധിയായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോഴും അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ രോഗികളെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത തരുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേസ് ഉൾപ്പെടെ അവർക്ക് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉൾപ്പെട്ട മാറ്റുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള പുകപടലം ഇപ്പോഴും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുന്ന ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് ആവശ്യമായ ശസ്ത്രസഹായികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ അതിനകത്തേക്ക് കയറി പോകുന്നതും. ഈ ഒരു മേഖല കഴിഞ്ഞാൽ ഇതിന്റെ ഇടതുവശത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഇടതുവശം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇവിടെ ഗ്രീൻ ഏരിയ ആണ്. ഇതിന്റെ വലതുവശത്തേക്ക് തിരിയുമ്പോഴാണ് റെഡ് ഏരിയ, അതായത് ഏറ്റവും ഗുരുതരമായ രോഗം ബാധിച്ച ആളുകളെയൊക്കെ ചികിത്സിക്കുന്ന മേഖലയുള്ളത്. അവിടുത്തെ തന്നെ രോഗികളെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ. രാഘവൻ MP ഇപ്പോൾ സ്ഥലത്തെത്തി സൂപ്രണ്ടിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഷോർട്ട് സർക്യൂട്ട് ആവാന്ന് പറയുന്നത്, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ സാർ. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൂടാ, ഭയങ്കര പുകയാണ്, സ്മോക്കാണ്. അപ്പോൾ അത് ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പേഷ്യൻറ്റിന് ഇതുമായി ബന്ധപ്പെട്ട പോലെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനത് അവിടെ തന്നെ നിൽക്കുന്നത്. പിന്നെ എല്ലാ HOD-മാരുടെയും വരാൻ വേണ്ടി CCM ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ MP MK രാഘവൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടിരിപ്പുകാരും വലിയ ആശങ്കയിലായിരുന്നു. അല്പസമയം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ബ്ലോക്കിൽ വലിയ പുക ഉയർന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് കരുതിയത്. വലിയ പുക കാഷ്വാലിറ്റി ബ്ലോക്കിനെ പൂർണ്ണമായിട്ടും മൂടിയതോടുകൂടി കൂട്ടിരിപ്പുകാരടക്കമുള്ളവർ പാനിക്കായി മാറുകയും അവർ ഇറങ്ങി ഓടുകയുമായിരുന്നു. പിന്നീട് രോഗികളെ വളരെ വേഗം തന്നെ കാഷ്വാലിറ്റിയിൽ നിന്നും ICUവിൽ നിന്നുമൊക്കെ പുറത്തെത്തിക്കാൻ സാധിച്ചു. പോലീസും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഒപ്പം ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് രോഗികളെ പുറത്തേക്ക് എത്തിച്ചു. ചില രോഗികൾക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നുകൂടി അറിയുന്നു. പുക ഉയർന്നത് പുതിയ കെട്ടിടത്തിലാണ്. കഷ്ടിച്ച് 1.5 വർഷമേ ആകുന്നുള്ളൂ പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക് വന്നിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്.